നമസ്കാരം. KCV ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡിസംബർ 1-ാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ CPM നടത്തുന്ന അഗ്നിശൃംഖലയുടെ പ്രചരണാർത്ഥം കുമ്പളങ്ങിയിൽ നടത്തിയ സമരപ്രചാരണ ജാഥ സമാപിച്ചു. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം പള്ളുരുത്തി SDPY സ്കൂളിൽ വെച്ച് നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാനാശ്ശേരി 23-ാം ഡിവിഷൻ ഫിഷർമാൻ കോളനിയിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ ശിലാസ്ഥാപനം നടന്നു. വാർത്തകൾ വിശദമായി. ഡിസംബർ 1-ാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ CPM നടത്തുന്ന അഗ്നിശൃംഖലയുടെ പ്രചരണാർത്ഥം കുമ്പളങ്ങിയിൽ നടത്തിയ സമരപ്രചരണ ജാഥ സമാപിച്ചു. വിലക്കയറ്റത്തിനും പാചകവാതക സിലിണ്ടർ നിയന്ത്രണത്തിനുമെതിരെയാണ് CPM സംസ്ഥാന ദേശീയപാതയിൽ അടപ്പുകൂട്ടി അഗ്നിശൃംഖല എന്ന പ്രതിഷേധ സമര പരിപാടി സംഘടിപ്പിക്കുന്നത്. അഗ്നിശൃംഖലയുടെ പ്രചരണാർത്ഥം കുമ്പളങ്ങി പഞ്ചായത്തിൽ CPM നടത്തിയ സമര പ്രചരണ ജാഥ സമാപിച്ചു. കുമ്പളങ്ങി വടക്കേയറ്റത്ത് നടന്ന സമാപന സമ്മേളനം CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. അടുക്കള എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് അടുക്കള. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 1930-ൽ ശ്രീ VT വട്ടകുറിപ്പാട് എന്ന കേരളം കണ്ട എക്കാലത്തെ വലിയ ജാഥ ക്യാപ്റ്റൻ PA പീറ്റർ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം KK സുരേഷ് ബാബു, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി മോളി ലിയോൺ, NT സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞിരമറ്റം സുകുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിയ മാഷും കുട്ടികളും സർഗസംവാദം എന്ന സർഗാത്മക പരിപാടി പനയപ്പിള്ളി സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേറിട്ടൊരു അനുഭവമായി. മലയാള ഭാഷയുടെ മഹത്വവും മാധുര്യവും കുട്ടികളിലേക്ക് പകർന്ന് അവരിൽ മാതൃഭാഷാ പഠന താല്പര്യവും കുട്ടികളുടെ സർഗാത്മകത കഴിവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മാഷും കുട്ടികളും എന്ന പരിപാടി സംഘടിപ്പിച്ചത്. മൗലാന ആസാദ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മാഷും കുട്ടികളും സർഗസംവാദം നഗരസഭാ കൗൺസിലർ TK ബാബു ഉദ്ഘാടനം ചെയ്തു. കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് NKM ഷെരീഫ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക മേരി തോമസ്, പ്രൊഫസർ ഋഷി മേനോൻ, K ജയചന്ദ്രൻ, റഷീദ് പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. നാടൻപാട്ട്, കടങ്കഥ, കവിത, കണക്കുപാട്ട്, അക്ഷരപ്പാട്ട് എന്നീ കലാരൂപങ്ങൾ കോർത്തിണക്കിയാണ് കാഞ്ഞിരമറ്റം സുകുമാരൻ മാസ്റ്റർ ക്ലാസ് എടുത്തത്. പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. ലക്ഷ്യം എന്താണ്? മലയാള ഭാഷയുടെ മഹത്വം, മാധുര്യം. മധുരമുള്ള ഭാഷയാണ് മലയാളം, മഹത്വമുള്ള ഭാഷയാണ്. അല്ലേ? അല്ലേ? ആണല്ലേ? ആണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അല്ലേ? ഞാൻ ബോധ്യപ്പെടുത്തണം, അല്ലേ? ശരി. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം മലയാളം വളരെ മഹത്വമുള്ള ഭാഷയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകും. ഞാൻ ഈ മലയാള ഭാഷ ഉണ്ടായ കാലത്തേക്ക് പോകുന്നില്ല, അതൊക്കെ പറഞ്ഞ്. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം പള്ളുരുത്തി SDPY സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 29-ാം തീയതി ആരംഭിക്കുന്ന കലോത്സവം ഡിസംബർ 5-ാം തീയതി സമാപിക്കുമെന്ന് മട്ടാഞ്ചേരി AEO TP സുരേഷ് ബാബു പറഞ്ഞു. ആദ്യ 2 ദിനങ്ങളിൽ രചനാ മത്സരങ്ങളാണ് നടക്കുന്നത്. ഡിസംബർ 3-ാം തീയതി കലോത്സവത്തിന്റെ ഉദ്ഘാടനം കൊച്ചി മേയർ ടോണി ചമ്മണി നിർവഹിക്കും. കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷൻ അധ്യക്ഷനാവും. SN ഓഡിറ്റോറിയം, ശ്രീ ഭവാനീശ്വര കല്യാണ മണ്ഡപം, SDPI BHS ഹാൾ, C കേശവൻ ഹാൾ, SDPY GHS നോർത്ത് ഹാൾ എന്നിങ്ങനെ 6 വേദികളിലായിരിക്കും മത്സര ഇനങ്ങൾ നടക്കുക എന്ന് ഭാരവാഹികൾ അറിയിച്ചു. SDPY സ്കൂളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ NP മിനി, SDPY സ്കൂൾ ഹെഡ് മാസ്റ്റർ KN സതീഷ്, പ്രോഗ്രാം കൺവീനർ S ശ്രീനി, റിറ്റ് ടീച്ചർ ശ്രീ കുമാർ കമ്മത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയുടെ സ്കൂൾ കലോത്സവം ഡിസംബർ 3, 4, 5 തീയതികളിൽ SDPY HS, HSS, VHSI എന്നിവിടങ്ങളിലെ 7 വേദികളിലായി നടക്കാൻ പോവുകയാണ്. ഈ മാസം 29-ന്, അതായത് നാളെ രജിസ്ട്രേഷൻ നടക്കും. 30-ന് നോൺ സ്റ്റേജ് ഐറ്റംസും ഡിസംബർ 3, 4, 5 തീയതികളിൽ സ്റ്റേജ് ഐറ്റംസും ഉണ്ടാകുന്നതാണ്. വിവിധ ഇനം കമ്മിറ്റികൾ രൂപീകരിച്ച് സജീവമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. മാനാശ്ശേരി 23-ാം ഡിവിഷൻ ഫിഷർമാൻ കോളനിയിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ ശിലാസ്ഥാപനം നടന്നു. മേയർ ടോണി ചമ്മണി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു.
മാനാശ്ശേരി 23-ാം ഡിവിഷൻ ഫിഷർമാൻ കോളനിയിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ ശിലാസ്ഥാപന കർമ്മം മേയർ ടോണി ചമ്മണി നിർവഹിച്ചു. കമ്മ്യൂണിറ്റി ഹാളിൽ അംഗൻവാടി, ഹോമിയോ ഡിസ്പെൻസറി, വായനശാല, ADS ഹാൾ തുടങ്ങിയവ പ്രവർത്തിക്കും. ഡിവിഷൻ കൗൺസിലറും എറണാകുളം ജില്ലാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രസിഡന്റുമായ AC ക്ലാരൻസ് അധ്യക്ഷനായി. ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ KG സോഹൻ, ഡിവിഷൻ ചെയർപേഴ്സൺ നിഷ ജോസഫ്, മുൻ ഡിവിഷൻ കൗൺസിലർ ഷീല ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. അല്ലാതെ പൊതുവായ ചടങ്ങുകൾ ഉണ്ടാകുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഹാൾ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലുള്ള ഒരു അംഗനവാടി, ഒരു ഹോമിയോ ഡിസ്പെൻസറി, ഒരു വായനാശീലമെല്ലാം പുതിയ തലമുറയിലെല്ലാം വളർത്താൻ ഒരു വായനശാല, അങ്ങനെ ഈ പ്രദേശവാസികളുടെ നിത്യ ജീവിതവുമായി ഏറ്റവും ആവശ്യമായ സൗകര്യങ്ങളാണ് ഇവിടെ ഇന്ന് പണി ആരംഭിക്കുന്ന കെട്ടിട സമുച്ചയത്തിലുള്ളത്. ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി തീരുമ്പോൾ നിങ്ങൾക്കതിൻ്റെതായ ഗുണപരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓട്ടോറിക്ഷ മിനിമം ചാർജ് 15 രൂപയാക്കി മന്ത്രിസഭായോഗം പുനർനിശ്ചയിച്ചു. നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച 14 രൂപ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകൾ അംഗീകരിക്കാതിരുന്നതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകളുടെ മിനിമം ചാർജ് 15 രൂപയാക്കുവാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷകൾ പണിമുടക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് സർക്കാർ മിനിമം ചാർജ് 12 രൂപയിൽ നിന്നും 14 രൂപയായി വർദ്ധിപ്പിച്ചത്. ഈ തീരുമാനവും യൂണിയൻ തള്ളിയതിനെ തുടർന്നാണ് ഇപ്പോൾ മിനിമം ചാർജ് 15 രൂപയായി പുതുക്കി നിശ്ചയിച്ചത്. കിലോമീറ്ററിന് 8 രൂപയായും നിശ്ചയിച്ചിട്ടുണ്ട്. മിനിമം ചാർജ് ഒറ്റയടിക്ക് 3 രൂപ വർദ്ധിപ്പിച്ചത് സാധാരണക്കാരെയാണ് ബാധിക്കുന്നത്. ബസ് ചാർജ് വർധനവിനും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനും ഇടയിലാണ് ഇപ്പോൾ ഓട്ടോ നിരക്കും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പെരുമ്പടപ്പ് ഏറനാട്ട് വനദുർഗ ക്ഷേത്രത്തിൽ കാർത്തിക വിളക്കിനോടനുബന്ധിച്ച് താലപ്പൊലിയും ദീപക്കാഴ്ചയും നടന്നു. തൃക്കാർത്തിക വിളക്കിനോടനുബന്ധിച്ചാണ് പെരുമ്പടപ്പ് ഏറനാട്ട് വനദുർഗ ക്ഷേത്രത്തിൽ ആഘോഷമായ താലപ്പൊലിയും ദീപക്കാഴ്ചയും നടന്നത്. കുട്ടികളുടെ ദേവീ കീർത്തനാലാപനവും കാർത്തിക വിളക്കിനോടനുബന്ധിച്ച് നടന്നു. വെടിക്കെട്ടോടെ ആഘോഷങ്ങൾ സമാപിച്ചു. കൊച്ചി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വിളക്കുകാലിൽ പരസ്യം വെച്ചതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നേരിടുന്ന കൊച്ചി മേയർ ടോണി ചമ്മണിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സോഹനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നഗരസഭാ സോണൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. കൊച്ചി നഗരസഭ പള്ളുരുത്തി സോണൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ NCP ജില്ലാ പ്രസിഡന്റ് TP അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു. CPI തൃപ്പൂണിത്തുറ മണ്ഡലം സെക്രട്ടറി B അനീഷ് അധ്യക്ഷനായി. CPIM പള്ളുരുത്തി ഏരിയ സെക്രട്ടറി TK വത്സൻ, കോൺഗ്രസ് S എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് KJ ബേസിൽ, ജനതാദൾ നേതാവ് ജോൺ കട്ടിക്കാട് എന്നിവർ സംസാരിച്ചു. ടോണി ചമ്മണി അടക്കമുള്ള UDF നേതാക്കൾ ഇത്തരം അഴിമതികൾ നടത്തിയില്ലെങ്കിലാണ് നമുക്ക് അത്ഭുതപ്പെടേണ്ടതുള്ളൂ. കാരണം അവരെയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളടക്കം 1,76,000 2 ലക്ഷം കോടിയുടെയൊക്കെ വലിയ വലിയ അഴിമതികൾ നമ്മുടെ രാജ്യത്തെ കാഴ്ചവെച്ചുകൊണ്ട് മാതൃക കാണിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡിസംബർ 1-ാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ CPM നടത്തുന്ന അഗ്നിശൃംഖലയുടെ പ്രചരണാർത്ഥം കുമ്പളങ്ങിയിൽ നടത്തിയ സമരപ്രചാരണ ജാഥ സമാപിച്ചു. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം പള്ളുരുത്തി SDPY സ്കൂളിൽ വെച്ച് നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാനാശ്ശേരി 23-ാം ഡിവിഷൻ ഫിഷർമാൻ കോളനിയിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ ശിലാസ്ഥാപനം നടന്നു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.